നിങ്ങളിൽ പലരും എന്നെപ്പോലെ സുനിത ദേവദാസിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. ആരെയാണ് ഇവരിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാഹുൽ ഈശ്വറിനെയാണ്. അന്ന് ഹണി റോസിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ കൈക്കൊണ്ട നിലപാടുകൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ, ഇതിന് സമാനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സുനിത മേഡം കൈക്കൊള്ളുന്ന നിലപാടുകൾ സമൂഹത്തെ ഭയപ്പെട്ട് കുടുംബവും കുട്ടികളുമൊക്കെയായി ജീവിക്കുന്ന എന്നെപ്പോലെയുള്ളവരെ സങ്കടപ്പെടുത്തുന്ന നിലപാടുകളാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. പെട്ടെന്നൊരു ഉദാഹരണം എന്ന നിലയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നത് സുനിത മേഡം തൊപ്പിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ അല്പവസ്ത്രധാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ, ഹണി റോസ് അല്ല, എനിക്ക് പെട്ടെന്ന് എൻ്റെ നാവിലേക്ക് അവരുടെ പേര് വരുന്നില്ല, ഒരു സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്പവസ്ത്രധാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ നമ്മുടെ സുനിത മേഡം സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ, സമാനമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ സുനിത മേഡം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് സുനിത മേഡത്തെക്കാളും ഇഷ്ടം രാഹുൽ ഈശ്വറിനെയാണ്. പിന്നെ സുനിത മേഡത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളൊക്കെ വളരെ കൃത്യമാണ്. ഇന്നിപ്പോൾ യുദ്ധത്തെക്കുറിച്ച് അവർ ചെയ്ത ഒരു വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഇതുവരെ രാഹുൽ ഈശ്വർ ചെയ്ത ഒരു വീഡിയോയിലും എനിക്കൊരു ക്രിറ്റിസിസവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും സുനിത മേഡത്തിൻ്റെ ഇതുപോലെയുള്ള എന്താ പറയുക, തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഇഷ്ടക്കേടുണ്ടാവുന്നത്. കൂടാതെ ഇന്നലെ സൂംബയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുനിത മേഡം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, അതിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു ചർച്ച 24-ലെ ഒരു ചർച്ച ഫുള്ളായിട്ട് കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും, സ്വന്തം നിലപാടുകളിലേക്ക് തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സുനിത മേഡം ആ ഒരു ചർച്ച വളരെ, അതായത് ഡോക്ടറുടെ അഭിപ്രായങ്ങളൊക്കെ വെട്ടിക്കുറച്ച് വളരെ വികൃതമാക്കിയിട്ടാണ് സ്വന്തം ചാനലിൽ സുനിത മേഡം ആ ഒരു ചർച്ച അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് ആ ചർച്ച ലൈവായിട്ട് കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സ്വന്തം നിലപാടുകളെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാത്തത് രാഹുൽ ഈശ്വർ തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് സുനിത മേഡത്തെ ഇഷ്ടമാണ് കേട്ടോ. അവരുടെ സംഘികൾക്കെതിരെയുള്ള, എടുത്തു പറയാതിരിക്കാൻ വയ്യ, RSSനെതിരെയും സംഘികൾക്കെതിരെയൊക്കെയുള്ള പോരാട്ടം, സുനിത മേഡവും രാഹുൽ ഈശ്വറും നടത്തുന്ന പോരാട്ടം നമ്മൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്തേ പറ്റൂ. നമ്മുടെ നാടിൻ്റെയൊക്കെ നന്മയ്ക്ക് ഇവരെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഇനിയും ഉണ്ടാവട്ടെ. താങ്ക് യു.